ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നാണ്. അതിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്ന് തിരുവചന ധ്യാനം ആരംഭിക്കുന്നത്. വളരെ അനുഗ്രഹീതമായ 2 വചനങ്ങളാണ് വായിച്ചു കേൾക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും വചനം നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശ്രദ്ധേയമായ ഒരു ദൂത് അല്ലെങ്കിൽ ഒരു വചനം നമ്മളെ പഠിപ്പിക്കുക. ആ പഠിപ്പിക്കുന്ന വചനം എന്താണെന്നൊന്ന് വെളിപ്പെടുത്തിയിട്ട് ഈ ദൂതിലോട്ട് വരാം. സ്തോത്രം. നിങ്ങളുടെ കാര്യത്തിന്മേൽ പ്രവർത്തിക്കാൻ ദൈവം ഇറങ്ങുമെന്നുള്ള ഉറപ്പാണ് ഈ 7 വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ഇറങ്ങുമെന്ന് പറ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന 1-2 ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. 2-3 പേരുടെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അപ്പം നമ്മൾ ദൈവം മുമ്പിൽ കൂടി വരുമ്പോൾ നമ്മുടെ നടുവിൽ ദൈവമുണ്ട്. 2-ാമത്തെ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയുടെ നടുവിലാണ് ദൈവം വെളിപ്പെടുന്ന 2-ാമത്തെ അനുഭവം. 3-ാമത്തെ അനുഭവം പൗലോസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിനകത്ത് എൻ്റെ കർത്താവ് ഇറങ്ങി വെളിപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധി കൂടി വരുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ദൈവമുണ്ട്. പ്രാർത്ഥനാ മുറിയിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരാധനകളിൽ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഇനി ഈ വാക്യത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവിടെ നമ്മുടെ കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എന്തു ചെയ്യണം? മടുത്തു പോകാതെ. ഒത്തിരി സാധ്യതകളുണ്ട് പ്രാർത്ഥനയ്ക്ക് മടുത്തു പോകാനായിട്ട്. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ വിടുതൽ കിട്ടും. ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ആമീൻ പറയുമ്പം ആ വ്യക്തി വിടുവിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും വിടുതൽ കിട്ടുന്നത്. ചെല്ലുമെന്ന് പറയത്തില്ലേ, ബ്രദറെ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചതാ, ഈ ആഴ്ചത്തേക്ക് വിടുതലായി. ചിലർക്ക് ഇന്ന് പ്രാർത്ഥിച്ചാൽ 1 മാസം കഴിഞ്ഞായിരിക്കും വിടുതൽ കിട്ടുന്നത്. ചിലർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ 1 വർഷം കഴിഞ്ഞായിരിക്കും വിടുതൽ കിട്ടുന്നത്. സ്തോത്രം. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് വിടുതൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ എന്ത് വരാൻ പാടില്ല? മടുപ്പ് വരാൻ പാടില്ല. ചിലർ കണ്ടിട്ടില്ലയോ, ചില ആഴ്ചകളൊക്കെ വന്നിട്ട് ചില ആഴ്ച കഴിയുമ്പോൾ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യമൊന്നും നടന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, അങ്ങനല്ല. കർത്താവ് പറയുക, പ്രാർത്ഥനയിൽ ഒരു കാരണവശാലും മടുക്കരുത്. മടുക്കാതെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ ദൈവം ഇറങ്ങിയെന്നാണ് ആ വചനത്തിൻ്റെ വെളിപ്പാടിൽ പറയുന്നത്. എനിക്കൊരു ശബ്ദമാണ് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആ ശബ്ദം ഞാൻ നിങ്ങളോട് വിവരിക്കാം. വേഗത്തിൽ നിൻ്റെ കാര്യത്തിൻ്റെ പരിഹാരത്തിന് ദൈവം ഇറങ്ങും. അതാണ് ഇന്നത്തെ സന്ദേശം. വേഗത്തിൽ, ചിന്തിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത്, വേഗത്തിൽ. ഒത്തിരി നാളുകൊണ്ട് എഴഞ്ഞെഴഞ്ഞ് നീങ്ങുന്ന ചില വിഷയങ്ങൾ വേഗത്തിൽ നിൻ്റെ കുടുംബത്തിനകത്ത് വിടുതലായി വരാൻ പോകുകയാണ്. ആത്മാവ് പറയുക, വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അത് എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ബൈബിളിൻ്റെ വെളിപ്പാടുകളിലോട്ട് വരാം. അപ്പം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ബൈബിളിൽ ഒത്തിരി ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദാനിയേൽ പറയുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ശലോമോൻ വെളിപ്പെടുത്തുന്ന ഭാഗം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിലുണ്ട്. മുട്ടുകുത്തി കൈ മലർത്തി പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി കൈ മലർത്തി പ്രാർത്ഥിക്കണം. ശലോമോൻ വെളിപ്പെടുത്തുക. സ്തോത്രം. ഇനി നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് വരുമ്പം ദൈവത്തിന് സ്തോത്രം. തിമത്തിയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. അപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, കൈ മലർത്തി പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. സ്തോത്രം. വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതം ഉണ്ടോ? പ്രയർ എന്ന് പറഞ്ഞാൽ എന്തുവാ?
സ്തോത്രം. ഒരു നേർച്ചയ്ക്ക് പോയിരുന്ന് കർത്താവെ എൻ്റെ കാര്യമെല്ലാം നോക്കണമെന്ന് പറയുന്നതല്ല പ്രാർത്ഥന. നമ്മുടെ ഉള്ളം ദൈവത്തിൻ്റെ അടുക്കലേക്ക് പകരുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രീതികൾ മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് ഏത് സ്വഭാവം മാറാത്ത ആൾക്കാരും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങും. ഏത് ദുഷ്ട സ്വഭാവമുള്ളവർ, സ്തോത്രം, ഒരിക്കൽ ഒരു മാതാപിതാക്കൾ അവരുടെ മോളെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഒരിക്കലും മാറാത്ത എൻ്റെ മോടെ സ്വഭാവം ഈ പ്രാർത്ഥനയ്ക്കകത്ത് മാറിക്കിട്ടി. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ വിഷമിക്കുമൊന്നും വേണ്ട. സ്തോത്രം. നിൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവം നിൻ്റെ പ്രാർത്ഥനയിൽ മാറും. ഈ നമ്മുടെ പിള്ളേർക്ക് വല്ല സ്വഭാവക്കുഴപ്പമുണ്ടേ നമ്മളെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുമോ? എൻ്റെ മോള് രശ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവൾക്ക് ഇച്ചിരി സ്വഭാവക്കുഴപ്പമുണ്ടെന്ന് പറയുമോ? പറ. ഇവിടെ ഈ രശ്മിയൊന്നുമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്ക്. സ്തോത്രം. ആ രശ്മിയുടെ കാര്യമല്ല, വേറെ രശ്മിയുടെ കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ. എൻ്റെ മോക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ എല്ലാവരോടും പറഞ്ഞു നടക്കുമോ? അയ്യോ, എൻ്റെ മോക്കൊരു പ്രശ്നമുണ്ട്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പറയത്തില്ല. പക്ഷേ എൻ്റെ അപ്പുറത്തിരിക്കുന്ന സണ്ണിപ്പാസ്റ്റർ മോന് പ്രശ്നമുണ്ട്, ഞാൻ പറയും സണ്ണിപ്പാസ്റ്റർ മോന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ശ്രദ്ധിക്കണേ. എന്താ ഇവിടെ പഠിക്കുന്ന വചനം എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടെ. അപ്പം നമ്മുടെ കുഞ്ഞിനൊരു സ്വഭാവക്കുഴപ്പമുണ്ടേ നമ്മൾ പ്രാർത്ഥിക്കണം ആ കുഴപ്പം കർത്താവ് മാറ്റിത്തരാനായിട്ട്. ഹല്ലേലൂയ. എനിക്കെന്തോ ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യം തരിക, നിൻ്റെ പ്രാർത്ഥന കൊണ്ട് ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ യേശു നടത്തി തരട്ടെ. നിൻ്റെ നിലവിളി കൊണ്ട് ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ കർത്താവ് നിൻ്റെ കുടുംബത്തിൽ നിറവേറ്റി തരട്ടെ. എനിക്ക് ആത്മാവിൽ കാണാം, എവിടൊക്കെയോ വേഗത്തിൽ പരിഹാരം ഇറങ്ങുവാൻ ദൈവം വരികയാണ്. ഒരിക്കൽ ഒരു മാതാവും പിതാവും കൂടെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. സ്തോത്രം. ഒരു മോള് കയറി വന്നപ്പോഴേ കൈകൊപ്പി, പാസ്റ്റങ്ങളെ പ്രൈസ് ലോർഡ്. ഞാൻ ദൂരെ നല്ല തങ്കം പിടിച്ച മോളാ. സ്തോത്രം. പ്രാർത്ഥനയിലും കഴിഞ്ഞ് പോകാൻ നേരത്ത് പേരൻസ് അപ്പൻ എൻ്റെ ചെവി ഒന്ന് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചോണേ, ഈ മോൾ നല്ല മിടുക്കിയ, ദൂരെ സുന്ദരിയാ, പാസ്റ്റർ കണ്ടില്ലേ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്നാ കുഴപ്പം? എന്നെ കൂടെ ചീത്ത വിളിക്കും. ദേഷ്യം വന്ന പറഞ്ഞാൽ അപ്പനെ എന്ത് ചെയ്യും? ചീത്ത വിളി. ഇവിടെ അങ്ങനെ ആരുമില്ല, വല്ല പിള്ളേരും ഉണ്ട് നന്നാകാനൂടെ ഈ തന്നെ സന്ദേശം. ശ്രദ്ധിച്ച് കേൾക്കണേ. ചിലപ്പോൾ മനസ്സിൽ പറയുന്ന നിർത്തല്ലേ, ഇച്ചിരൂടെ പറയണമെന്ന്, ഇച്ചിരൂടെ പറയാൻ പോവാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. അപ്പം ചീത്ത വിളിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഒന്നും തിരിച്ചു പറയണ്ട, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ മതി, സ്വഭാവം മാറും. സ്തോത്രം. അത് കഴിഞ്ഞ് നേരെ അവർ യോഗത്തിലോട്ടാണ് വന്നേ. യോഗം കഴിഞ്ഞപ്പം സ്തോത്രം, അപ്പനും അമ്മയും മോളെ കൊണ്ടുവന്നിട്ട് എന്നെ കണ്ണു കാണിച്ചു, ആ വിഷയം പ്രാർത്ഥിച്ചോണേ. തലേ കഴിച്ച് പറയണമെന്നല്ല, ഞാൻ തലേ കഴിച്ച് പ്രാർത്ഥിച്ച, കർത്താവേ, ഈ മകളുടെ വായ എപ്പോഴും പരിശുദ്ധാത്മ നിയന്ത്രണത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു വിട്ടു. കുറേ നാൾ കഴിഞ്ഞിട്ട് ആ പേരൻസ് എന്നെ വന്ന് കണ്ടു പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങളുടെ കൊച്ചിന് വിടുതലായി കേട്ടോ, എന്തോ ഇപ്പം അവൾ ചീത്ത വിളിക്കുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, കുഞ്ഞിൻ്റെ മാറാത്ത ഏതു സ്വഭാവവും പ്രാർത്ഥനയിൽ മാറും. അതിൻ്റെ കാരണം നാം ദൈവത്തിൽ പ്രാർത്ഥനയിൽ അത് മാറും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഇത് പ്രാർത്ഥിച്ചാൽ മാറും. സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്, സംഭവിപ്പാനുള്ള എല്ലാം ഒഴിഞ്ഞു പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകും. നിൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ അനർത്ഥം. ഇപ്പം നിങ്ങളൊരു രാത്രി സ്വപ്നം കണ്ടു, നിങ്ങൾ പോയ വണ്ടി അപകടത്തിൽപ്പെട്ടു, എല്ലാവരും മരിച്ചുപോയി, നിങ്ങളും മരിച്ചുപോയി, നിങ്ങൾ സ്വപ്നം കണ്ടെന്ന് വിചാരിച്ചു. ഉടനെ പേടിക്കൊന്നും ചെയ്യരുത്, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിനക്ക് വരേണ്ടത് ഒഴിഞ്ഞു പോകും, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകും. നിന്നോടൊരു പ്രവാചകൻ പ്രവചിച്ചു, ഒരു രാജാവിനോട് ഒരു പ്രവാചകൻ പ്രവചിച്ചു, ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൂ, നീ ചാകാൻ പോവുക. ഉടനെ അവൻ പോയി ശവപ്പെട്ടി വാങ്ങിച്ചോ? ഉടനെ പിള്ളേരുടെ എല്ലാം പേര് പ്രമാണം എഴുതിയോ? ഇല്ല. അവനൊരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മരണം 15 വർഷത്തേക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയാം, പ്രാർത്ഥനയാൽ ചിലത് ഒഴിഞ്ഞു പോകും, സംഭവിപ്പാനുള്ളതെല്ലാം. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വീട്ടിൽ സംഭവിക്കാനുള്ളത്, നിനക്ക് സംഭവിക്കാനുള്ളത്, നിന്റെ കുടുംബത്തിന് സംഭവിക്കാനുള്ളത്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു 10-25-26 വർഷം പുറകിൽ, സ്തോത്രം, ഞാനൊരു സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് രാത്രിയിൽ എൻ്റെ വണ്ടി വരുക. ഞങ്ങളുടെ വീടിന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരെ എത്തിയപ്പം ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ഒരു ദർശനം കണ്ടു. ദർശനം ഇതാണ്: എൻ്റെ വീട്ടിലോട്ട് കയറുന്ന, ദൈവത്തിന് സ്തോത്രം, വീടിൻ്റെ വാതിൽ, ആ വാതിലിനടുക്ക് ഒരു ഉഗ്ര സർപ്പം കിടക്കുന്നു. ആ സർപ്പം എന്നെ കൊത്തി. ആ സർപ്പത്തിൻ്റെ വിഷം എൻ്റെ ശരീരം മുഴുവൻ വ്യാപരിച്ചു. ഇതായിരുന്നു സ്വപ്നം. ഞാൻ വണ്ടി അവിടെ നിർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മുറിയുടെ മുമ്പിൽ ഒരു സർപ്പം കിടക്കുന്നെന്ന് കാണുന്നു, ആ സർപ്പദോഷം എനിക്ക് വരാതെ വണ്ണം എന്നെ കാക്കണേ എന്ന് വണ്ടി അവിടെ നിർത്തി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട്
എൻ്റെ ഫാദർ കിടക്കുന്ന മുറി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സ്തോത്രം, അവർ പറഞ്ഞു എനിക്ക് ടോർച്ചും കമ്പും ഒന്ന് തരണം. ഞാൻ എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, അമ്മി സ്തോത്രം, ഞാൻ എൻ്റെ മുറിയിലോട്ട് കയറുന്നിടത്തൊരു പാമ്പ് കിടപ്പുണ്ട്, തല്ലിക്കൊന്നേച്ച് കയറാനാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അപ്പന് ആ മുറിക്കകത്തുനിന്ന് ജനലിനകത്തൂടെ ടോർച്ചും ഒരു കമ്പും തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിൽ കൂടെ പോയി. അമ്മ ഞാൻ ഈ രാത്രി ലേറ്റായിട്ട് പ്രസംഗമൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ഞാൻ ഈ സ്തോത്രം ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, എങ്ങനെയെങ്കിലും വാതിൽ തുറന്ന് അകത്ത് കയറി കിടന്ന് ഉറങ്ങുകയാണ് അന്നത്തെ ശീലം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്നങ്ങനൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ വന്ന് എൻ്റെ മുറിയിലൂടെ വന്നപ്പോൾ സൂക്ഷ്മം പോലെ മുകളിലോട്ട് കയറുന്ന വാതുക്കൽ ഒരു കല്ലുണ്ട്, ആ കല്ലോട് ചേർന്ന് ഒരു പാമ്പ് ഇങ്ങനെ കിടക്കുക. സാധാരണ ഞാൻ ലൈറ്റ് ഇടത്തില്ല, നേരെ വന്ന് അവൻ തുറന്ന് കയറിയ പോകത്തേ ഉള്ളൂ. അവനവൻ്റെ മുറി കയറാൻ ലൈറ്റൊന്നും ഇടണ്ട. പക്ഷെ ഞാൻ ആ ദർശനം കണ്ടു. ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥിച്ചത് കൊണ്ട് ആ പാമ്പ് എന്നെ തൊട്ടില്ല. ഞാൻ അതിനെ തല്ലിക്കൊന്ന് ദൂരെ എറിഞ്ഞ ശേഷമാണ് ഞാൻ ആ മുറി കയറിയത്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നിനക്ക് ചില സ്വപ്നങ്ങൾ ആരൊക്കെയോ ദൈവം എന്നോട് പറയുന്നു, സ്വപ്നം കണ്ട് പേടിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവം നിന്നോട് പറയുക, പേടിക്കണ്ട, ആ സ്വപ്നം കാണുമ്പം അത് ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ റെഡിയാണോ? ചിലതൊക്കെ കർത്താവേ, നിന്റെ കുഞ്ഞിനെ പറ്റി കണ്ട വിപത്ത് ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കണം.